ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ കുറച്ച് വേക്കൻസികളുടെ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും ഉള്ളത് സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സിന്റെ ആണ് ഇപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഇത് കുറച്ച് ഒരു മാസം മുന്നേ വന്നതാണ്, പക്ഷേ ഡേറ്റ് സ്റ്റിൽ ഉണ്ട്. ഇതിൽ മെയിനായിട്ടുള്ളത് സോഫ്റ്റ്വെയർ ഡിവിഷനിലേക്കാണ്. നിങ്ങൾക്കറിയാം, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നവരത്ന കമ്പനിയാണ്, പക്ഷെ ഇതൊരു കോൺട്രാക്ട് ജോബാണ്. ബട്ട് സ്റ്റിൽ നല്ലതാണെന്ന് തോന്നിയപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. പേഴ്സണൽ ഓൺ ടെമ്പററി ബേസിസ് ആണ്. സീനിയർ സോഫ്റ്റ്വെയർ ട്രെയിനി ഉണ്ട്, അതേപോലെ ജൂനിയർ സോഫ്റ്റ്വെയർ ട്രെയിനി ഉണ്ട്, സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ഉണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്ന MCA ആണ്, MSc ഉണ്ട്, അതേപോലെ BCA, BSc, പിന്നെ അതേപോലെ BE, BTech, അത് CS, IS, IT അങ്ങനെയുള്ള സ്ട്രീമിലായിരിക്കണം. ഈ രണ്ട് കാറ്റഗറിക്കും എക്സ്പീരിയൻസ് വേണ്ട. ഇവർക്ക് 5 year എക്സ്പീരിയൻസ് വേണം. ഇവരുടെ ഏജ് കാറ്റഗറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പേ സ്കിൽ എന്ന് പറഞ്ഞത് 30,000, 20,000, 60,000 ആണ്. ഇതേപോലെ റിസർവേഷൻ ആർക്കൊക്കെ ഉണ്ടെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഈ ഒരു സ്ഥലത്താണ്, ബാംഗ്ലൂർ ആയിരിക്കാം. ഇവരുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഏതെങ്കിലും എന്താ ബ്രാഞ്ചിലായിരിക്കാം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എലിജിബിലിറ്റി, ഏജ് ഒക്കെ നമ്മൾ പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ കരിയർ വെബ്സൈറ്റിലുണ്ട്. പിന്നെ അപ്ലിക്കേഷൻ ഫീ ചെറിയ ഫീസേ ഉള്ളൂ. മോഡ് ഓഫ് സെലക്ഷനും ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്തതിന് അറിയാം. ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 36. പിന്നെ അടുത്ത വേക്കൻസി വരുന്നത് അതേപോലെ തന്നെ ഒരു മിനി രത്ന സെൻട്രൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ HLL ലൈഫ് കെയർ ലിമിറ്റഡ്. നമ്മുടെ കേരളത്തിൽ കുറച്ച് വേക്കൻസികളാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇതും ഫിക്സ്ഡ് ടെന്യൂർ കോൺട്രാക്ട് ബേസിസ് തന്നെയാണ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ അയക്കേണ്ടത് സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോം സർട്ടിഫിക്കറ്റും എല്ലാം കൂടെ ഈ ഒരു റിക്രൂട്ടർ ആയിട്ട് ലൈഫ് കെയർ HLL.com-ലേക്ക് 27 ജൂലൈ 2 മുന്നായിട്ട് അയക്കണം. ഇതിൽ വേക്കൻസി വരുന്നത് സീനിയർ ലാബ് ടെക്നീഷ്യൻ, ജൂനിയർ ലാബ് ടെക്നീഷ്യൻ, ഇങ്ങനെ സീനിയർ റേഡിയോഗ്രാഫർ, ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റാഫ് നേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്കാണ്. ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. PhD, MLT ഒക്കെയാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാച്ചിങ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിവിലുള്ളവർക്കാണെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൊക്കേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് വൈത്തിരിയിലുണ്ട്, കോട്ടയത്തുണ്ട്, മഞ്ചേരിയുണ്ട്, ഫോർട്ട് കൊച്ചിയുണ്ട്. ഇവരുടെ ഈ ഒരു ലൊക്കേഷനിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ഏജ് ലിമിറ്റും ബാക്കി ഡീറ്റെയിൽസും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ വേണം എന്നുള്ളതെല്ലാം ഇതിലുണ്ട്. ഫർദർ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഈ നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അവരുടെ ഇമെയിൽ അഡ്രസ്സ്, എല്ലാവരും നോട്ട് ചെയ്യുക. അടുത്തൊരു വേക്കൻസി നമ്മൾ കണ്ടത് ധനലക്ഷ്മി ബാങ്കിലാണ്. ഇതൊരു നല്ല വേക്കൻസിയാണ്. കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂരാണ് അവരുടെ വേക്കൻസി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 97 year ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ധനലക്ഷ്മി ബാങ്കാണ്. അവിടെ ജൂനിയർ ഓഫീസറെയും അസിസ്റ്റന്റ് മാനേജറെയും എടുക്കുന്നുണ്ട്. 21 മുതൽ 25 വയസ്സായവരെയാണ് ജൂനിയർ ഓഫീസ് പോസ്റ്റിലേക്കും, അതേപോലെ 21, 28 വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജൂനിയർ ഓഫീസർക്ക് ഡിഗ്രിയാണ്, അതും എനി ഡിഗ്രിയാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതേപോലെ അസിസ്റ്റന്റ് മാനേജർ പറഞ്ഞാൽ എനി മാസ്റ്റർ ഡിഗ്രിയാണ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. 60% ഉണ്ടായിരിക്കണം. പക്ഷെ ഇതിന് എക്സാം ഉണ്ട്. ഈ ഒരു സ്ഥലങ്ങളിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാം എല്ലാവരും, പിന്നെ ഇങ്ങനെയുള്ള എക്സാമിനൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ടെക്നിക്കൽ നോളജ് വേണം. അതായത് റീസണിങ് സ്കില്ലും അങ്ങനെയുള്ള ആ ഒരു ബാങ്കിങ് ടെസ്റ്റിന്റെ, അതായത് ഈ എനി സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാം നിങ്ങൾ എഴുതുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനുള്ള സ്കില്ല് ഉണ്ടാവണം. അപ്പൊ അതിന് നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ്ങിനോ കോച്ചിങ്ങിനോ ഒക്കെ പോകേണ്ടി വരും. കാരണം ഇത് ഇങ്ങനത്തെ എക്സാം ചുമ്മാ നമുക്ക് പോയി എഴുതിയാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ 12/7 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതിനുള്ളിലായിട്ട് ധനലക്ഷ്മി ബാങ്ക് കരിയർ വെബ്സൈറ്റിൽ കയറിയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക, ഫീസ് അടച്ചിട്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് അങ്ങനെയല്ല, കറക്റ്റ് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇതാണ് എക്സാമിന്റെ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞത്. റീസണിങ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, സെൻട്രൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്, അതൊക്കെ നോക്കാം. പിന്നെ അടുത്തത് ഒരു അതേപോലെ തന്നെ ഗവൺമെന്റ് കമ്പനിയായ CDAC, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. റിക്രൂട്ട്മെന്റ് ഫോർ പ്രോജക്ട് സ്റ്റാഫ് ഓൺ വാരിയസ് കോൺട്രാക്ട് പൊസിഷൻ ആണ്. അതും തിരുവനന്തപുരത്താണ്. ത്രൂ വാക്കിൻ ഇന്റർവ്യൂ ഫോർ പോസ്റ്റ് തിരുവനന്തപുരം, ഓൺലൈൻ എക്സാം സെന്റേഴ്സ് ഡൽഹി. നിങ്ങൾക്ക് തിരുവനന്തപുരത്താണെങ്കിൽ വാക്കിൻ ചെയ്യാം, ബാക്കിയുള്ളടത്താണെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ കരിയറിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്യാം. ഫസ്റ്റത്തെ പോസ്റ്റൊക്കെ കുറച്ച് വലിയ പോസ്റ്റുകളാണ്. പ്രൊജക്ട് മാനേജർ, അത് കുറച്ച് മിനിമം എക്സ്പീരിയൻസ് 9 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഡിസൈറബിൾ സ്കില്ലൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. അതേപോലെ കൺസൾട്ടന്റ് സാലറി പറയുന്നത് മന്ത്ലി ഇത്രയാണ്, ആനുവലി ഇത്രയാണ്, 15 ലക്ഷം സംതിങ് ആണ് ആനുവൽ. പിന്നെ ഇതിൽ പ്രൊജക്ട് മാനേജർ എങ്ങനെ ഉണ്ട് കുറച്ച് നോക്കാം. പിന്നെ അതേപോലെ സീനിയർ പ്രൊജക്ട് കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാറ്റഗറി ഉണ്ട് ഇതില്. അപ്പോൾ എല്ലാവർക്കും ബെനിഫിറ്റ് ആവും. പ്രൊജക്ട് എഞ്ചിനീയർ ഫ്രഷർ, അതില് 16 വേക്കൻസി ഉണ്ട്. ടെക്നോ പാർക്കിലാണ്, തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വേക്കൻസി. അപ്പോൾ ഈ കമ്പനിയിൽ നമുക്ക് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് കുറേ വേക്കൻസികൾ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. മെയിനായിട്ട് BTech, IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽസ് അവർക്കൊക്കെയാണ് ഉള്ളത്. അതൊക്കെ നല്ല നല്ല വേക്കൻസികളാണ്. ഇതിന് അധികം എക്സ്പീരിയൻസ് വേണ്ട, മിനിമം 1 year മതി. പിന്നെ അതേപോലെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഉള്ള എക്സ്പീരിയൻസ് വേണം ഈ ഒരു ഇതിന്. പക്ഷേ കുറച്ചും കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയർ എക്സ്പീരിയൻസ്ഡ് ഇതൊക്കെ നമുക്ക് നോക്കാം. നോളജ് ഓഫ് സെക്യൂരിറ്റി, ഇത് കൂടാതെ കുറച്ച് ഫ്രഷേഴ്സിനുള്ള വേക്കൻസി ഉണ്ട്. അവർക്ക് 30 years ആണ് അപ്പർ ഏജ് ലിമിറ്റ്. അതൊരു 20 വേക്കൻസി ഒക്കെ ഉണ്ട്. ട്രിവാൻഡ്രം തന്നെയാണ്. അപ്പോൾ അവരുടെ ഇത് BTechലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. അവർക്കും ഏകദേശം സ്റ്റാർട്ടിങ് 5.4 CTC ഉണ്ട്. അതേപോലെ പ്രോജക്ട് എഞ്ചിനീയർ ഫ്രഷർ, അവരുടെ ജോബ് പ്രൊഫൈല് എംബഡഡ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ, അവർക്കും ഏകദേശം ആ ഒരു CTC ഉണ്ട്. എല്ലാം BTech, കമ്പ്യൂട്ടർ സയൻസും അപ്ലൈഡ് ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലാണ്. അതേപോലെ ഇതൊരു 16 വേക്കൻസി ഉണ്ട്. ഇതും എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, നോളജ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഡൊമൈൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്. ഇപ്പം എല്ലാവരും ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് July 2 വരെയാണ്. അതെ, കൺഫേം ചെയ്യാം. അതെ, July 9 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ലിങ്ക് അറിയാത്തതോ ഏത് വെബ്സൈറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇനിയും ഇതേപോലത്തെ ജോബ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.